ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമുക്കിന്ന് കുറച്ച് ഹിമാലയൻ വിശേഷങ്ങൾ കണ്ടാലോ? ചന്ദ്രനിൽ വരെ ചായക്കട നടത്താൻ മിടുക്കരാണെന്ന പേര് കേട്ട മലയാളിക്ക് ഹിമാലയത്തിലും ചായക്കടയുണ്ടോ എന്ന് നോക്കിയാലോ? അത് കഴിഞ്ഞ് ഈ ഹിമാലയൻ യാത്രയും പുളിങ്കറിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? വാ, നമുക്കെല്ലാം വിശദമായിട്ട് കാണാം. നോർത്ത് സിക്കിമിലെ ഈ ലെച്ചോങ്ങിൽ നിന്നാണ് ഞങ്ങളുടെ ഹിമാലയൻ യാത്ര ആരംഭിച്ചത് കേട്ടോ. ഹിമാലയൻ മലനിരകൾ കാണാൻ പോകുമ്പോഴേ എപ്പോഴും ആ താഴ്വരകളിൽ ഒരു ദിവസമെങ്കിലും താമസിച്ച ശേഷം വേണം പോകാൻ. അപ്പോൾ നിങ്ങൾ അവിടുത്തെ ക്ലൈമറ്റൊക്കെ ആയിട്ട് ഒന്ന് അഡ്ജസ്റ്റായിട്ട് നമ്മുടെ ബ്രീത്തൊക്കെ പ്രകൃതി തന്നെ അതിനനുസരിച്ചിട്ട് ക്രമപ്പെടുത്തി തരും. ഇതൊക്കെ കണ്ടോ, കഴിഞ്ഞ മഴവെള്ളപ്പാച്ചിലിൽ പൊട്ടിയ ഡാമുകളും പാലങ്ങളും ഒക്കെയാണ്. മഴവെള്ളപ്പാച്ചിലും വെള്ളപ്പൊക്കവും ഭൂമി കുലുക്കവും ഒന്നും ഇവർക്ക് പുത്തിരിയല്ല. ഇവർ ഇതിനോടെല്ലാം സംരസപ്പെട്ട് ജീവിക്കാൻ പഠിച്ചിരിക്കുന്നു. ഇവിടെ ബുദ്ധിസ്റ്റുകളും ഷാർപ്പുകളുമാണ് കൂടുതലും. ഈ ഭൂമിയിലെല്ലാം ടെമ്പററിയാണ്. നമ്മുടെ ജീവിതം പോലും ഇന്ന് ബോധ്യമുള്ളത് കൊണ്ടാവണം ഇവർക്ക് ഭാവിയെക്കുറിച്ച് ഒരു ആകുലതകളുമില്ല. വളരെ ലളിതമായിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് ഈ ലെച്ചോങ് താഴ്വരയിൽ താമസിക്കുന്നത്. ഇവരുടെ ആഘോഷങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. അതൊക്കെ ഞാൻ വിശദമായിട്ട് ഇനി വരുന്ന വ്ളോഗുകളിൽ പറയാം. അപ്പോൾ ദാ നമ്മളിന്ന് ഈ ഹിമാലയത്തിൻ്റെ ഈ താഴ്വരയിൽ താമസിച്ച് നാളെ രാവിലെ ഹിമാലയത്തിലേക്ക് പോവുകയാണ്. പിന്നെ ഹിമാലയൻ താഴ്വരകളിലൂടെ നീളം ഞാനൊരു ചെടി കണ്ടു. നല്ല നീല നിറമുള്ള പൂവിരിയുന്ന ഒരു ചെടി. ഇതിൻ്റെ പേരെന്താണാവോ? ദൂരെ നിന്ന് നോക്കുമ്പോൾ നീലക്കുറിഞ്ഞിയുടെ ഒരു ഛായ, പക്ഷെ അതല്ല. അങ്ങനെ സിക്കിം സ്പെഷ്യൽ, നോർത്ത് ഈസ്റ്റ് സ്പെഷ്യൽ മോമോസും കഴിച്ച് ഞങ്ങൾ ഹിമാലയൻ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുവാണ്. ദാ ആ കാണുന്നില്ലേ, ആ മഞ്ഞ് മലയിലേക്കാണ് നമ്മൾ പോകാൻ തയ്യാറെടുക്കുന്നത്. ഈ മലകളിൽ നിന്ന് ഒഴുകി വരുന്ന ഉറവകളിൽ നിന്നുള്ള വെള്ളമാണ് ഇവിടുത്തുകാർ കുടിക്കാനും കുളിക്കാനും ഒക്കെ യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഒരു ചെറിയ വാട്ടർഫോൾ കാണുന്നില്ലേ? അവിടെ നിന്നാണ് ഇവിടുത്തെ ഹോട്ടലിലേക്ക് ഉള്ള വെള്ളം യൂസ് ചെയ്യുന്നത്. ഹിമാലയൻ ജലത്തിൽ ഈ തണുത്ത വെളുപ്പംകാലത്ത് കുളിച്ചപ്പോൾ ഒരു ഇരട്ടി ഊർജം ലഭിച്ചതുപോലെ ഞങ്ങൾക്ക് തോന്നി. ഈ താഴ്വര സ്ഥിതി ചെയ്യുന്ന സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 9600 ഫീറ്റ് ഹൈറ്റിലാണ്. നമ്മൾ പോകാൻ പോകുന്ന ആ 0 പോയിൻ്റ് എന്ന് പറയുന്നത് ഏകദേശം 15,360 ഫീറ്റ് ഹൈറ്റിലാണ്. ആ ഹൈറ്റിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ശ്വാസതടസ്സമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓക്സിജൻ സിലിണ്ടറൊക്കെ ക്യാരി ചെയ്യാവുന്നതാണ്. ഞങ്ങളതൊന്നും ക്യാരി ചെയ്തില്ല. അതുപോലെ വഴിയിൽ വെച്ച് തന്നെ നമുക്ക് തെർമൽസും ഈ വിൻ്റർ ജാക്കറ്റും ഇതൊക്കെ നമുക്ക് റെൻറ്റിന് കിട്ടും. അപ്പോൾ ഇവിടുന്ന് ചുമന്ന് കൊണ്ടുപോകേണ്ട ആവശ്യമേ ഇല്ല. അതുപോലെ നോക്കിയാൽ ഇവിടുത്തെ പശുക്കളാണിത്. ഇതിനെ യാക്ക് എന്നാണ് പറയൽ. കണ്ടോ, രോമങ്ങൾ നമ്മുടെ നാട്ടിലെ പശുക്കളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് പ്രകൃതി തന്നെ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ മനുഷ്യർ മാത്രമാണ് എല്ലാം കോംപ്ലിക്കേറ്റ് ആക്കിയിട്ട് മാറ്റുന്നത്. നമുക്ക് വേണ്ടതെല്ലാം പ്രകൃതി തന്നെ തരുന്നുണ്ട്. നമ്മളായിട്ട് നശിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നു, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹിമാലയത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം സന്ദർശിച്ചിരിക്കണം. കാരണം നിങ്ങൾക്ക് ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ അത് മാറ്റാൻ സഹായിക്കും. നമ്മുടെ പട്ടാളക്കാർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന ത്യാഗങ്ങൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അങ്ങനെ പല 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 കാര്യങ്ങൾ. അതാ നമ്മളിവിടെ 0 പോയിൻറ്റിൽ ഏകദേശം എത്തിയിരിക്കുകയാണ്. നല്ല സ്നോഫോൾ ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ എൻജോയ് ചെയ്യുന്ന തിരക്കിൽ ഞാൻ എല്ലാം വീഡിയോ എടുത്തില്ല. അപ്പോൾ അതാ മനോഹരമായിട്ടുള്ള 0 പോയിൻ്റാണ്. ഇതിപ്പോൾ സമ്മറിലാണ് എന്ന് ഓർക്കണം. അതിൻ്റെ തൊട്ട് മുന്നിലൂടെ ഒഴുകുന്ന ആ അരുവിയുടെ ആ പാലം കടന്ന് വേണം നമുക്ക് ഐസ് മലകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അത് വല്ലാത്തൊരു അനുഭൂതി തന്നെയായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ മടങ്ങുന്ന സമയത്തൊക്കെ നല്ല സ്നോഫോൾ ഉണ്ടായിരുന്നു. അങ്ങനെ അതിന് തൊട്ടടുത്തുള്ള ഒരു ചെറിയ ഒരു മനോഹരമായിട്ടുള്ള താഴ്വരയും കണ്ട് ആണ് ഞങ്ങൾ മടങ്ങിയത്. പിന്നെ ഞാനിതിൽ ടൈറ്റിൽ നിങ്ങൾ കണ്ടു കാണും, പുളിങ്കറി.
ഈ പുളിങ്കറിയും ഹിമാലയൻ യാത്രയായിട്ട് എന്താണ് ബന്ധം? പറയാം. മിനിമം ഒരാഴ്ചയെങ്കിലും വേണം നമുക്ക് ഈ യാത്ര കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വരുന്നതാവട്ടെ നോർത്ത് ഈസ്റ്റിലേക്കും. അപ്പോൾ ഫുഡൊക്കെ നമ്മുടെ ഫുഡിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കും. ഞാനൊക്കെ കുറച്ചെങ്കിലും പുറത്തു പോയിട്ട് താമസിച്ച് ശീലമുള്ളത് കൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ നാട്ടിൽ മാത്രം താമസിച്ചവർക്ക് ഭക്ഷണം അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിരിക്കും. റൈസ്, ദാല്, ആലു, അതായത് ചോറും പരിപ്പും ഉരുളക്കിഴങ്ങും, വേറെ ഒന്നും ഉണ്ടാവില്ല. പുളിയില കൂട്ടാനൊന്നും നിങ്ങൾക്ക് നോക്കുകയേ വേണ്ട. ഇനിയിപ്പം ജ്യൂസ് കഴിച്ച് ജീവിക്കാമെന്ന് ഓർത്തു കഴിഞ്ഞാൽ വാട്ടർമെലൺ ജ്യൂസ് അല്ലാതെ വേറെ ഒരു ജ്യൂസും ഉണ്ടാവില്ല. അതിപ്പോൾ മേഘാലയയിൽ ഞങ്ങൾ പോയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നോർത്ത് ഈസ്റ്റിൽ കോമൺ ആയിട്ടുള്ള ഒരു ശീലമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഫ്രൂട്ട് ബോളിന് ചോദിച്ചു കഴിഞ്ഞാലും ആപ്പിളും പൈനാപ്പിളും ഉണ്ടെങ്കിലായി, ചിലപ്പോൾ അതും ഉണ്ടാവില്ല. അപ്പോഴാണ് പോകുന്ന വഴിക്ക് പർവ്വതനിരകളിൽ എവിടെയോ കേരള പൊറോട്ട എന്നെഴുതിയ ഒരു ബോർഡ് ഞങ്ങളുടെ കണ്ണിലുടക്കിയത്. അപ്പോൾ 0 പോയിൻ്റ് കണ്ട ഉടനെ ഇവിടെ വന്ന് ഒരു പൊറോട്ട കഴിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്നോർത്ത് തിരിച്ചു വരുമ്പോഴാണ് ഐ ലവ് സിക്കിം എന്നുള്ള ഫോട്ടോ പോയിൻ്റ് കണ്ടത്. അപ്പോൾ അവിടെ ഒന്ന് നിർത്തി ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് പട്ടാളക്കാർ നടത്തുന്ന ഒരു ക്യാമ്പ് റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ 2 പേരും പട്ടാളക്കാരുടെ മക്കളാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഈ പട്ടാള ക്യാമ്പിൽ കയറിയിട്ട് ഈ ഭക്ഷണം കഴിക്കാതെ പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പം ഞങ്ങൾ നേരെ അവിടെ കയറിയപ്പോഴും നോക്കുമ്പോഴത്തേക്ക് അവിടെ മൊത്തം പട്ടാളക്കാർ, മൊത്തം മലയാളികൾ, തരുന്നതോ ദോശ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ദോശ കഴിച്ചു. അങ്ങനെ വയറ് നിറഞ്ഞെങ്കിലും കേരള പൊറോട്ടയിൽ പോയിട്ട് ഒരു പൊറോട്ടയെങ്കിലും കഴിക്കാമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ നേരെ ആ ബോർഡ് കണ്ട സ്ഥലത്തേക്ക് വെച്ചടിച്ചു. അപ്പോൾ ഈ ബോർഡിൻ്റെ താഴത്തൂടെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ കടയിലാണ് ഇതൊക്കെ വെക്കുന്നത്. പക്ഷേ ഇത് വൈകുന്നേരം മാത്രമേ അവൈലബിൾ ആവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഭാഗത്തേക്കൊക്കെ വരികയാണെങ്കിൽ ഈ ഹിമാലയത്തിലെ ഒരു പൊറോട്ടയും കൂടി കഴിച്ചിട്ട് പൊക്കോളൂ കേട്ടോ. നല്ലൊരു രസമല്ലേ. ഇനി പുളിങ്കറിയുടെ കഥ ഞാൻ പറഞ്ഞില്ല അല്ലേ. അപ്പോൾ ഈ ഹിമാലയ യാത്ര കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലുള്ള ഭക്ഷണത്തോട്, പ്രത്യേകിച്ചും പുളിയുള്ള ഭക്ഷണത്തോട് വല്ലാത്തൊരു കൊതിയായിരിക്കും. മത്സ്യം കഴിക്കുന്നവർക്ക് കുടംപുളിയിട്ട മീൻകറി, അല്ലാതെ മത്സ്യം അധികം കഴിക്കാത്തവർക്ക്, പ്രത്യേകിച്ചും കണ്ണൂർ ഭാഗത്തുള്ളവർക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് പുളിങ്കറി അങ്ങ് കൂട്ടിയിട്ട് ചോറ് കഴിച്ചാൽ മതി എന്നൊരു തോന്നലായിരിക്കും. അതേസമയം കുന്നും മലയൊക്കെ താണ്ടി വന്നതുകൊണ്ട് നമ്മൾ ഭയങ്കര ടയേർഡുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുളിങ്കറിയുടെ റെസിപ്പിയും കൂടി ഞാൻ ഇതിൽ കാണിക്കുകയാണ്. അതായത് എൻ്റെ ഹിമാലയ യാത്രയ്ക്ക് ശേഷം ഞാൻ കഴിച്ച ആ കറിയുടെ റെസിപ്പി. യാത്ര കഴിഞ്ഞ് വന്നപ്പം ആകെ ഉണ്ടായിരുന്നത് തക്കാളിയും ഉള്ളിയും പച്ചമുളകും, പിന്നെ ഫ്രിഡ്ജിൽ എപ്പോഴും മോരുണ്ടാവും കേട്ടോ. മോരില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിന്ന് തക്കാളി പുളിങ്കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ തക്കാളി ഇതുപോലെ കുറച്ച് വലുതായിട്ട് തന്നെ അരിയണം. അതുപോലെ ഉള്ളിയും, അങ്ങോട്ടുള്ളവർ സവാള എന്നല്ലേ പറയാം. അപ്പോൾ ഈ സവാളയും ഇങ്ങനെ കനം കുറച്ചിട്ടല്ലാതെ കുറച്ച് കട്ടിയായിട്ട് ഇങ്ങനെ വേണം അരിഞ്ഞെടുക്കാൻ. പിന്നെ പച്ചമുളക് ഇങ്ങനെ നീളത്തിൽ നെടുകെ കീറിയിടുക. എന്നിട്ട് ഇതൊക്കെ അടുപ്പത്ത് ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് ഈ തക്കാളി ഇടുക. ഇത് എണ്ണയിൽ വഴറ്റാൻ പാടില്ല കേട്ടോ. അപ്പോൾ പിന്നെ അത് തക്കാളി പുളിങ്കറി ആവില്ല. അപ്പോൾ ആദ്യം നമ്മൾ തക്കാളി ഇട്ടു, പിന്നെ അരിഞ്ഞു വെച്ച സവാള ഇടുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർക്കുക. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് മുളക് പൊടി ഇടുക, പിന്നെ ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വേവിക്കുക. വെന്തുടയാൻ പാടില്ല കേട്ടോ. നമുക്ക് ആ കഷ്ണമായിട്ട് തന്നെ അങ്ങനെ നിൽക്കണം. പക്ഷേ അതേസമയം അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ട് അത് വെന്തിട്ടുണ്ടാവുകയും വേണം. ഇനി അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയെടുത്ത് അതിലേക്ക് ഇത്തിരി ജീരകവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അരയണം കേട്ടോ. അപ്പോഴത്തേക്കും ഇത് ഏകദേശം വെള്ളമൊക്കെ വറ്റി ഇത് വെന്ത് കാണും. ഇനി നമുക്കിതിലേക്ക് ആ അരപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കുക. കാരണം ഇത് ഒഴിച്ച് കറിയാണല്ലോ, നല്ല കട്ടിയായിരിക്കാൻ പാടില്ല. നമുക്ക് ആവശ്യത്തിന് തോന്നുന്ന എത്രയാണ് അതിൻ്റെ തിക്നെസ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കുക. ഇനി അത് ഒന്ന് ചെറുതായിട്ട് തിളക്കണം. തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇത്തിരി കറിവേപ്പില ചേർത്തിട്ട് ഇളക്കുക. അത് കഴിഞ്ഞ് കുറച്ച് നല്ല പുളിയുള്ള മോര് തന്നെ ചേർക്കണം കേട്ടോ. തൈരല്ല, മോര് തന്നെ. അത്യാവശ്യം നല്ല പുളിയുള്ള മോരെടുത്തിട്ട് ആവശ്യത്തിന് ചേർക്കുക. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് തിളക്കണം, അധികം തിളക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ ആ മോര് പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം, കാരണം പുളിയുള്ള കൂട്ടാനായതുകൊണ്ടേ കുറച്ചധികം ഉപ്പ് വേണമല്ലോ. അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. ഇതാ തിള വരുന്നുണ്ട്, അപ്പം തന്നെ ഇത് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിന് വേണ്ട താളിപ്പ് നമുക്ക് തയ്യാറാക്കാം. താളിപ്പിന് നമ്മൾ സാധാരണ പുളിങ്കറി പോലെ തന്നെ കറിവേപ്പില, വെളിച്ചെണ്ണ, കടുക്, ഉലുവ ഇതൊക്കെ ചേർക്കാം. മറ്റ് പുളിങ്കറിയുടെ റെസിപ്പീസും താഴെയുണ്ട് കേട്ടോ. വെള്ളരിക്ക കൊണ്ടൊക്കെ പുളിങ്കറി വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഇത് പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറി ആയതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ താളിപ്പ് ഇതിലേക്ക് ഒഴിച്ച് നല്ല സൂപ്പർ തക്കാളി പുളിങ്കറി റെഡിയായി കഴിഞ്ഞു. അപ്പം ഇതും കൂട്ടിയിട്ട് നല്ല കുത്തരി ചോറും കൂട്ടി, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കയ്പ്പൊക്കെ കൊണ്ടാട്ടം ഉണ്ടായിരുന്നു, അതും കൂട്ടിയിട്ട് എത്ര ചോറ് തിന്നുമെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. വല്ലാത്തൊരു കൊതിയായിരുന്നു. കൊതി തീരുവോളം ഞാൻ ഭക്ഷണം കഴിച്ചു. അപ്പോൾ നമുക്ക് നമ്മുടെ കൂടെയുള്ള ഈ ചെറിയ ചെറിയ കാര്യങ്ങളുടെയൊക്കെ വില നമുക്ക് മനസ്സിലാവണമെങ്കിൽ, എപ്പോഴും പറയില്ലേ, നഷ്ടപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെയൊക്കെ വില അറിയുള്ളൂ എന്ന്. അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്